ഈ 1,00,00,000 1% വെറും 1,00,000 രൂപ ടാക്സ് അടച്ചാൽ മതി. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, കോമ്പോസിഷൻ ആണോ റെഗുലർ ആണോ ചൂസ് ചെയ്യേണ്ടത്. ഒരു ചെറുകിട കച്ചവടക്കാരനെ സംബന്ധിച്ച് ഈ ഒരു കാര്യം അറിയാത്തത് കൊണ്ട് എൻ്റെ ഒരു മെഡിക്കൽ ഷോപ്പ് ക്ലയന്റിന് ഹ്യൂജ് ടാക്സ് ലയബിലിറ്റി ആണ് ഇപ്പോഴും അയാൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു കാര്യം നമ്മൾ പരിഗണിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, നമ്മുടെ വിറ്റ് വരവ് 1.5 കോടിയിൽ താഴെ ആയിരിക്കണം. രണ്ടാമത്തെ കേസ്, നമുക്ക് URD പർച്ചേസ് ആണോ ഉള്ളത് എന്ന് നോക്കണം. മൂന്നാമത്, നമ്മളുടെ മാർജിൻ എത്രയാണ്. ഉദാഹരണം എടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ നമുക്കൊക്കെ അറിയാം, ഏറ്റവും കൂടുതൽ മാർജിൻ ഉള്ള സാധനമാണ് മെഡിക്കൽ ഷോപ്പ് അല്ലെ. 100% മേലെയാണ് ഇവർക്ക് മാർജിൻ വരിക. അപ്പൊ ശരിക്കും റെഗുലർ ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾ മാർജിന്റെ മേലെ 12% ടാക്സ് അടയ്ക്കണം. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 കോടി വിറ്റ് വരവ് ഉണ്ടെങ്കിൽ 50 ലക്ഷം രൂപയായിരിക്കും അവർക്ക് മാർജിൻ. ലാഭം എന്നല്ല ഞാൻ പറയുന്നത്, വാങ്ങിയതും വിറ്റവും തമ്മിലുള്ള വ്യത്യാസം. ഈ 50 ലക്ഷം രൂപയ്ക്ക് 12% ടാക്സ് അടക്കുക എന്ന് പറഞ്ഞാൽ അയാൾ 6 ലക്ഷം രൂപ ഒരു വർഷം എന്ത് ചെയ്യണം, GST ടാക്സ് അടയ്ക്കണം. എന്നാൽ ഇയാൾ കോമ്പോസിറ്റ് ആയിരുന്നു ഓപ്റ്റ് ചെയ്തിരുന്നത് എങ്കിൽ ഈ 1 കോടിക്ക് വെറും 1 ലക്ഷം രൂപ ടാക്സ് അടച്ചാൽ മതി. അയാൾക്ക് അവിടെ നഷ്ടം വന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അപ്പൊ നമ്മളൊരു GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം മാത്രമാണ് റെഗുലർ സ്കീമാണോ കോമ്പോസിറ്റ് സ്കീമാണോ എന്ന് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ടാക്സ് കൺസൾട്ടന്റുമായിട്ട് കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം റെഗുലറിലും കോമ്പോസിറ്റും ഓപ്റ്റ് ചെയ്യണം.